അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വോയിസ് ഓഫ് മുസ്ലിയാരുടെ പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ കാണുന്ന ഒരു വീഡിയോ ഒരു കാട്ടുമാക്കാൻ റഹ്മാനിയുടെ വീഡിയോ ആണ്. റഹ്മാനി എന്ന് പറയുന്നു കേട്ടോ. പിന്നെ ഈ കാലഘട്ടം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയാതെ ഒരു മുട്ടനാടിനെ കൊണ്ടുവന്ന് തലേക്കെട്ട് കെട്ടി ഒരു കമീസും ഒരു ജുബയൊക്കെ ഇട്ട് ഇരുത്തിയാൽ അയാളെയും വറസത്തുൽ അംബിയാക്കുന്ന കാലഘട്ടമാണ്. ഏകദേശമൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിക്കുന്നുണ്ട്. പൊട്ടൻ, മരപ്പൊട്ടൻ എന്നല്ലാതെ എന്താ പറയുക. ഈ ചങ്ങായി എന്തൊക്കെയോ ഞഞ്ഞാപിഞ്ഞ, നമ്മുടെ റൂട്ട് യഥാർത്ഥത്തിൽ ഞഞ്ഞാപിഞ്ഞ പറയുന്നവർക്കും മറുപടി കൊടുക്കാനല്ല. നമ്മുടെ നൗഷാദ് ഹസനി പറയുന്ന പോലെ ഞഞ്ഞാപിഞ്ഞ പറയുന്നവർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ റൂട്ടല്ല. പിന്നെ ചോദിച്ചാൽ എങ്ങനെയാ കൊടുക്കാതിരിക്കുക? രാവിലെ വന്ന് ചോദിച്ചതല്ലേ സാധു, അപ്പോൾ ഒന്ന് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാവിലെയുള്ള പരാതി, നൗഷാദ് ഹസനിയോ മറ്റോ വന്ന് തട്ടിയാൽ തെറിക്കുന്നൊരു പ്രസ്ഥാനമല്ല ഏത് AP കൂടാരം എന്നാ പറയുന്നത്. നമ്മുടെ വഹാബി കൂടാരം, AP കൂടാരം, അതൊന്നും ആരും തട്ടിയാൽ തെറിക്കുന്ന കൂടാരമല്ല എന്നാണ് ആള് പറഞ്ഞു വെക്കുന്നത്. ഒന്ന് നോക്കിയോ. നൗഷാദ് ഹസനിയുടെ ചെറിയ ട്രീറ്റ്മെൻറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? AP വിഭാഗം തകർന്ന തരിപ്പണമായി കിടക്കുകയാണ്. ഓൻ്റെ എന്താ വെച്ചാൽ എവിടെ ഏത് കാലത്താ ജീവിക്കണപ്പോൾ, ഏത് ലോകത്താ ജീവിക്കണത്? എടോ, ഇവൻ പറയും നൗഷാദ് ഹസനി എന്ന് പറഞ്ഞാൽ ഈ നൗഷാദ് കാട്ടുവാൾ കള്ളം പറയലോട് കൂടെ AP വിഭാഗം ഒന്നുകൂടി ജീവൻ വെച്ചേക്കുക. ഇതെന്താ കരുതിയത്? ഇതുപോലത്തെ കാട്ടുകള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കാണലോടുകൂടെ എല്ലാവരും ഒന്ന് കുടഞ്ഞ് എഴുന്നേറ്റിക്കാണ്. അപ്പം നൗഷാദ് ഹസനി പറയാൻ തുടങ്ങിയപ്പോൾ ആളിൻ്റെ ഭാഷ പറയാം, ഷട കുടഞ്ഞ് എഴുന്നേറ്റ്. എത്ര ഷട കുടഞ്ഞ് എഴുന്നേറ്റ് 2 റൗണ്ട് ആ ഗ്രൗണ്ടിൽ കിടന്ന് ഓടി. ഒന്ന് ചെങ്ങായി, നിങ്ങളുടെ കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് പൊട്ടോ തിരിയുന്നില്ലേ? ഇതൊക്കെ ഒന്ന് തിരിയണ്ടേ? ഇതിൻ്റെ കാരണം 1, 2, 3 കാരണങ്ങളുണ്ട്. നിങ്ങളുടെ ഈ AP പ്രസ്ഥാനം വഹാബി പ്രസ്ഥാനമായി മാറിയതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1, മഹാനരായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൻ്റെ കുരുത്തക്കേട് നിങ്ങൾക്കുണ്ട്. 1, നിങ്ങളെന്താ പറഞ്ഞത്? ശംസുൽ ഉലമയ്ക്ക് സുന്നിയത്ത് പോരാ എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ ഈ കാലം അത്രയും പറഞ്ഞു കിടന്നത് എന്തായിരുന്നു? ശംസുൽ ഉലമ EK മൊയ്ലിയാരി എന്നാണ്. അങ്ങനെ നിസാരപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ EK സമസ്തയുടെ വളർച്ചയും പെരുമയും കണ്ടപ്പോൾ നിങ്ങൾക്കാകെ ബേജാറ്. അതിന് പുറമെ അതിൻ്റെ ഉള്ളിൽ തമ്മിലടിയുമാണ് നിങ്ങളുടെ ആ ഒരു വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ നാളായി തമ്മിലടിയാണ്. ചിലർ കസേരയ്ക്ക് വേണ്ടിയുള്ള തമ്മിലടി, ചിലർ ഖാളിയാകാനുള്ള തമ്മിലടി, ചിലർ ഫഖീഹാകാനുള്ള തമ്മിലടി, അങ്ങനെ പല പല തമ്മിലടി അതിനകത്തുണ്ട്. അപ്പോൾ 1 ശംസുൽ ഉലമാഇൻ്റെ കുരുത്തക്കേടാണ്, 2 സമസ്തയുടെ കുരുത്തക്കേട്. എന്താ സമസ്തയുടെ കുരുത്ത്? സമസ്തക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തവരാണ്. മനസ്സിലായോ? ഇപ്പം കിടന്ന് ഇങ്ങനെ മുട്ടനാടിയുടെ താടിയും വെച്ച് കിടന്ന് മോങ്ങിയിട്ട് പൊന്നാര റഹ്മാനി ഒരു കാര്യമില്ല. ശംസുൽ ഉലമായുടെ കുരുത്തക്കേട്, സമസ്തയുടെ കുരുത്തക്കേട്, പിന്നെയോ മഹാന്മാരായ മശായിഖന്മാരുടെ കുരുത്തക്കേട്, ഇതെല്ലാം കൂടി സമ്മേളിച്ച കുരുത്തക്കേടുകളുടെ സമാഹാരമാണ് ഇപ്പോൾ വഹാബി പ്രസ്ഥാനമായി കൊണ്ടിരിക്കുന്ന AP പ്രസ്ഥാനം. അതിനിവിടെ വന്ന് കിടന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് ഞങ്ങൾ പറയും, നൗഷാദ് ഹസനിയാണ്ട അതിന് നേതൃത്വം കൊടുത്ത് മുൻനിരയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ മശായിഖന്മാരെല്ലാം ഉണ്ട്.
നിങ്ങൾ ഇനി കിടന്ന് ഞഞ്ഞാ പിഞ്ഞ പറഞ്ഞൊന്നും നടന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. നിങ്ങളെല്ലാം കൂടി നെഞ്ഞത്തടിച്ച് കരഞ്ഞ് കടപ്പുറത്തോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മനസ്സിലായോ? പിന്നെ അദ്ദേഹം എൻ്റെ ഒരു ക്ലിപ്പ് അതിനകത്ത് കുറച്ച് ഞാൻ പേരോടിൻ്റെ ഒന്ന് കാണിച്ചിട്ട് മറുപടി പറയുന്നുണ്ട്. അത് ഞാൻ പറയാത്തൊരു കാര്യം അദ്ദേഹം പറയുന്നു. അപ്പം ഇദ്ദേഹത്തിനെ കോലം കെട്ടി നിർത്തിയതാണെന്ന് തന്നെ എനിക്ക് ഉറപ്പാണ്. ഇദ്ദേഹം റഹ്മാനിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ പറയാത്തൊരു കാര്യം നിങ്ങളേതായാലും ഒന്ന് കണ്ടു നോക്ക്. ഈ പൊട്ടൻ എന്താ പറയണെന്ന് ഓൻ എന്നെ പിടുത്തം കിട്ടണില്ല. ഇബ്നു തൈമിയ അശ്വരി തരീഖത്ത് സ്വീകരിക്കലോടുകൂടെ ഇബിനജുല്ലൈത്തമി തങ്ങൾ എന്ത് ചെയ്തു? താഴ്ത്തി കെട്ടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവൻ പറയുന്ന ഇബനെന്തത്തെ പിടുത്തം കിട്ടുന്നുണ്ടോ? അല്ലാഹു അഅലം. ഏതായാലും ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു അശ്അരി തരീഖത്ത് സ്വീകരിച്ച ആളാണ് ഇബ്നു തൈമിയാണ്? പൊട്ട അടി. അശ്അരി തരീഖത്ത് സ്വീകരിച്ച ആളാണ് ഇബ്നു തൈമിയാന്ന് ഞങ്ങൾ പറഞ്ഞോടോ? നിങ്ങളുടെ വഹാബി നേതാവല്ലേ അത് പറഞ്ഞത്? അദ്ദേഹം അശ്അരി തരീഖത്ത് സ്വീകരിച്ചു, അദ്ദേഹം തൗബ ചെയ്തു മടങ്ങി എന്ന് നിങ്ങളുടെ ഷെയ്ഖ്, നിങ്ങളുടെ വഹാബി നേതാവ് പറഞ്ഞെല്ലാം വെച്ചു. വെച്ചിട്ടാണ് പിന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം അതെടുത്ത് അദ്ദേഹത്തിൻ്റെ ആശയത്തിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചാൽ അതെന്താണ്? എതിർക്കേണ്ടതാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇപ്പോൾ അദ്ദേഹത്തെ എന്താക്കി? അദ്ദേഹം അശ്അരി തരീഖത്ത് സുന്നിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് മനസ്സിലാക്കാൻ ആദ്യം എന്താ വേണ്ടെന്നറിയാം? ഇതൊന്ന് ക്ലിയർ ആക്കി തെറ്റുകൾ സംഭവിക്കും മനുഷ്യന് എന്ന ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവരണം. നിങ്ങൾ ഈ കാലമത്രയും നിങ്ങൾ സമ്മതിച്ചിട്ടില്ല, ഏപ്പിക്ക് തെറ്റ് പറ്റിയിട്ടില്ല, പേരോടിന് തെറ്റ് പറ്റിയിട്ടില്ല, ആർക്കും തെറ്റ് പറ്റിയിട്ടില്ല. ഇവിടെ ഇപ്പം തെറ്റ് പറ്റിയത് ഇപ്പം നൗഷാദ് ഹസനിക്കും ഹാഫിദ് ഉസ്താദിനും ഒക്കെയാണ് തെറ്റ് പറ്റിയിട്ടുള്ളത്. നിങ്ങൾ മാസൂമിങ്ങളാണ്. അവിടെ വന്ന പ്രശ്നമാണ് മോനെ റഹ്മാനി. അപ്പം നിഷ്പക്ഷമായി ചിന്തിച്ച് വിലയിരുത്തിയാൽ തീരേണ്ട പ്രശ്നമേ ഉള്ളൂ എന്ന്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ്. തൽക്കാലം ഇത് മതി കേട്ടോ. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.